നമസ്കാരം. ഞാൻ ഗ്ലാർമിന, അക്കാഡമിക് കൗൺസിലർ ഫ്രം RC, കൊച്ചിൻ 14000. ഇന്ന് നമ്മൾ BPCS 188 ഇതിൽ 2 യൂണിറ്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത്. ഇന്നിപ്പം ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 ആണ് കവർ ചെയ്തത്. യൂണിറ്റ് 3 റിസർച്ച് മെത്തേഡ്സ് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി 1, യൂണിറ്റ് 4 റിസർച്ച് മെത്തേഡ്സ് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി 2. ഈ 2 യൂണിറ്റ്സ് ആണ് കവർ ചെയ്യുന്നത്. യൂണിറ്റ് 3 നോക്കാം. ഇതിൽ റിസർച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ സോഷ്യൽ സിറ്റുവേഷൻസിൽ അവരുടെ ബിഹേവിയർ നമ്മൾ പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ നമ്മൾ പഠിച്ചിട്ട് അവരുടെ ആ ഒരു റിസർച്ചിൽ നിന്ന് കിട്ടുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തിയറീസിനെ ബേസ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ വരുന്നത്. അപ്പം ഇതിനെ കണക്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള റിസർച്ചസ് എങ്ങനെ നമുക്ക് നടത്താം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ്സിൽ വരുന്നത്. സോ ഇൻട്രൊഡക്ഷൻ. കഴിഞ്ഞ യൂണിറ്റ്സിൽ നമ്മൾ എന്താണ് സോഷ്യൽ സൈക്കോളജി, എന്താണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ ഈ യൂണിറ്റിൽ നമ്മൾ ആ റിസർച്ച് മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. സോ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ ഒരുപാട് റിസർച്ച് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു തിയറീനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ലോജിക്കോ അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷനെ ബേസ് ചെയ്തിട്ടല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം അതിന് പല രീതിയിലുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അത് പല രീതിയിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൈം സീരീസ് അനാലിസിസ്, അതായത് ഇപ്പോൾ ഒരാളുടെ ഒരു ഹെൽത്ത് വൈസ് ആളുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് അറിയാനായിട്ട്, അല്ലെങ്കിൽ എക്കണോമിക് ഇൻഡിക്കേഷൻസ് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഒരു ക്ലൈമറ്റ് വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ചെയ്യാൻ, അത് അങ്ങനെയാണ് നമ്മൾ ടൈം സീരീസ്. അപ്പോൾ ഓരോ ടൈമിലും എങ്ങനെയായിരിക്കും എന്നുള്ള റിസർച്ചസ് നടത്താറുണ്ട്. അതുപോലെ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഒരു ആളുടെ ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ അവരെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത് പഠിക്കുക, അതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിൽ റിസർച്ചസ് നടത്താറുണ്ട്. സോ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഫീൽഡ് സ്റ്റഡി റിസർച്ച് മെത്തേഡാണ്. എന്താണ് ഫീൽഡ് സ്റ്റഡി റിസർച്ച് മെത്തേഡ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് മെത്തേഡ് ഓഫ് റിസർച്ച്. വളരെ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡാണ് ഫീൽഡ് സ്റ്റഡി റിസർച്ച് മെത്തേഡ്. അപ്പം ഇതിൽ ഒരു ലബോറട്ടറി സെറ്റിങ്ങിലല്ലാതെ ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ നിന്നുകൊണ്ട് ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ചിട്ടുള്ള പഠനമാണ് ഫീൽഡ് സ്റ്റഡി. അതായത് ഫീൽഡിൽ ഇറങ്ങി നിന്നിട്ട്, റാദർ ദാൻ ലബോറട്ടറി സെറ്റിങ്ങിൽ ഒതുങ്ങാതെ ഒരു ഫീൽഡിൽ അവരെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ അവരെങ്ങനെയാണ് എന്നുള്ളതാണ് ഈ റിസർച്ചിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലബോറട്ടറി സെറ്റിങ്ങിലാണ് നമുക്ക് പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമെങ്കിൽ, ഇവിടെ ഫീൽഡ് സ്റ്റഡിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മാനിപ്പുലേഷനും പോസിബിൾ അല്ല. ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന എൻവയോൺമെന്റിൽ എങ്ങനെയാണോ, എന്താണ് അവസ്ഥ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. And they plan, evaluate and conduct researches with the help of which inferences can then be drawn about behaviors, social attitudes, values and beliefs. അപ്പോൾ ഫീൽഡ് സ്റ്റഡി റിസർച്ചിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതുപോലെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, റിസർച്ചസ് കണ്ടക്ട് ചെയ്യുന്നു. ഇതെല്ലാം സാധിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഇൻഫറൻസസ്, അതായത് മറ്റുള്ളവരുടെ ബിഹേവിയേഴ്സിന്, അവരുടെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ബിലീഫ്സ്, ഇതിൽ നിന്നാണ് ഇൻഫറൻസസ് എടുത്തിട്ട് നമ്മൾ റിസർച്ചസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ദ റിസർച്ച് മെത്തേഡ് എയിംസ് ടു ഒബ്സർവ്, interact and understand people while they are in their natural environment. അപ്പം അവരുടെ നാച്ചുറൽ എൻവയോൺമെന്റിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുകയും അവരുമായിട്ട് ചില റിസർച്ചിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അതുവഴി ആളുകളെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം റിസർച്ചേഴ്സ് കണ്ടക്ടിങ് ഫീൽഡ് റിസർച്ച് മേ കണ്ടക്ട് ഇൻ്റർവ്യൂസ്. ചില സാഹചര്യത്തിൽ നമ്മൾ ഇൻ്റർവ്യൂസ് നടത്താറുണ്ട്, അല്ലെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്യും, അവരെങ്ങനെയാണ് ഒരു സോഷ്യൽ എൻവയോൺമെന്റിൽ ബിഹേവ് ചെയ്യുന്നത്, ഒരു മോബ് എൻവയോൺമെന്റിൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ക്രൗഡിൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റിൽ അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കൺസ്യൂമിങ്
ഒരു ബൈയിങ് ബിഹേവിയർ എങ്ങനെയാണ്, ഇങ്ങനെ പല രീതിയിൽ ഉള്ള ആ ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഫീൽഡ് സ്റ്റഡി മെത്തേഡിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി പല രീതിയിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് ഫീൽഡ് സ്റ്റഡി റിസർച്ച് നടത്താം. അതിൽ ഫസ്റ്റ് വരുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് വി ഒബ്സർവ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺസ് ബിഹേവിയർ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയർ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. സോ ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. അതാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം കുട്ടികളുടെ ഒരു ഡേ കെയറിൽ ഒരു ഡേ കെയർ സെറ്റിംഗ്, ആ ഒരു ഡേ കെയർ സെറ്റിങ്ങിൽ കുട്ടികളുടെ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയർ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു അഗ്രസീവ് ബിഹേവിയർ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അവർ ആ ഡേ കെയറിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ആ ഒരു മോണ്ടസോറി ആ ഒരു സെറ്റിങ്ങിൽ അവർ ഇരിക്കുന്ന സമയത്ത് അവർ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് ഒരു ഡിസ്റ്റൻസ് നിന്നുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കവിടെ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല, ബിക്കോസ് നമ്മൾ അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടെന്ന് അവരും അറിയുന്നില്ല, നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വേറെ മാനിപ്പുലേഷൻസ് ഒന്നും സാധ്യമല്ല. അവിടെ എന്താണ് സിറ്റുവേഷൻ നടക്കുന്നത് അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ അതിനകത്ത് പഠിക്കുക. അടുത്തത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പം ഇവിടെ റിസർച്ചർ ഒബ്സർവർ മാത്രമായിട്ടല്ല ഇരിക്കുന്നത്, ആ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ പാർട്ടിസിപ്പൻ്റ് കൂടിയായിട്ട് ഇരിക്കുകയാണ് റിസർച്ച് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലഡ് റിക്കവർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അത് എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, അവിടെയുള്ള ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, അവിടെ ഇപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രെജുഡിസ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഡിസ്ക്രിമിനേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അതോടൊപ്പം നമ്മൾ അവരുടെ കൂടെ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളവിടെ ഉണ്ടെന്നുള്ള കാര്യം അവർക്കും അറിയാം എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. So the researcher gets involved with the individuals and get involved in their decision making and other related behaviors. So they interact with the participants in environment. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഉള്ള ഡിസ്കഷൻസ് പോസിബിൾ ആണ്, ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും അതുപോലെ ഇൻഫർമേഷൻ ടേക്കിങ്ങും പോസിബിൾ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ദെൻ കംസ് അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് എത്നോഗ്രഫി. എത്നോഗ്രഫി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ട്രൈബൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചു. അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡിനെയാണ് നമ്മൾ എത്നോഗ്രഫി എന്ന് പറയുന്നത്. So the researcher or the psychologist not only observes the social perspectives of individuals in social setting, he or she also studies their cultural values there. Okay, so the entire community is studied by them objectively without interfering in their day-to-day activities. For example, ഇപ്പോൾ ഒരു ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ, അവരുടെ ഒരു ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രെജുഡിസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ബിലീഫ്സ് എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഒന്നും ഇൻവോൾവ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യാതെ തന്നെയാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ എൻറ്റയർ കമ്മ്യൂണിറ്റിയെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് പഠിക്കുന്നത്. Okay, so the researcher observes the behavior of individuals in their cultural settings, reflects upon their behavior, then build up a theory and then test it again in the field of study. Okay, so അപ്പോൾ അവിടെ എന്തെങ്കിലും ചിലപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റഡി ആയിരിക്കും ചിലപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത്. പക്ഷേ മേ ബി ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് അത് അവരുടെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യാതെയും ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ സ്റ്റഡീസ് നടത്തി പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവിടെ ഒരു മോണോഗാമി, പോളിഗാമി, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചിലപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും ചിലപ്പോൾ അവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുക. പക്ഷേ അത് ഫുള്ളി ആയിട്ട് അവരോടും അത് ഓപ്പൺ അപ്പ് ചെയ്യാതെയാണ് നമ്മളൊരു ഡിസെപ്ഷനിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ സ്റ്റഡി അവിടെ നടത്തി പോകുന്നത്. ഓക്കെ, സോ ദിസ് മെത്തേഡ് ഇസ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ദിസ് ലോഞ്ചിറ്റ്യൂഡിനൽ. ചിലപ്പോൾ കുറേ കാലം നമ്മൾ അവരുടെ കൂടെ നിന്നിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനെയർ കൊടുത്ത് ഫില്ല് ചെയ്ത് റിസൾട്ട് വാങ്ങിക്കുക അങ്ങനെയുള്ളതല്ല. അതുപോലെ ഒരു സ്റ്റേജ് വെച്ചിട്ട് ഇപ്പോൾ ക്രോസ് സെക്ഷനിലല്ലാതെ ചിലപ്പോൾ ഒരു 5-6 മാസം ചിലപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അത് മിക്കവാറും ഗ്രൗണ്ടഡ് തിയറീസ് ഒക്കെയാണ് നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നതും. And the researchers collect the data and documents them
document them through a standardized manner. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വെച്ചിട്ട് നമ്മളത് കറക്റ്റായിട്ട് കണ്ടന്റ് അനാലിസിസ് എല്ലാം നടത്തിയിട്ടാണ് നമ്മളൊരു ഫൈനൽ ലെവലിലേക്ക് എത്തുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഇൻ്റർവ്യൂസ് ആണ്. ഇപ്പോൾ ക്വാളിറ്റേറ്റീവ് ഇൻ്റർവ്യൂസ് അപ്പോൾ നമ്മൾ ഈ എത്നോഗ്രഫിയിൽ ആണെങ്കിലും പോലും നമ്മൾ ചിലപ്പോൾ ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ചിലപ്പോൾ നമ്മൾ അതിനകത്ത് നടത്തി പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ മിക്സ്ഡ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ പല റിസർച്ചേഴ്സും യൂസ് ചെയ്യാറ്, റിസർച്ച് മെത്തേഡ്സ് മിക്സ്ഡ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ക്വാളിറ്റേറ്റീവ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ടു അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യൽ ഫിനോമിന ഇൻ എ മോർ ഇൻ ഡെപ്ത് വേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിലും അല്ലെങ്കിൽ ഇപ്പോൾ എത്നോഗ്രഫിയിലും അതുപോലെ എത്നോഗ്രഫിയിൽ നമ്മൾ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഒന്നും ഇൻ്റർഫിയർ ചെയ്യാതെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്ത് നമ്മൾ അവരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഈ പഠനം നമ്മൾ സാധ്യമാക്കുന്നത് ഇൻ്റർവ്യൂയിലൂടെ. ഇൻ്റർവ്യൂ വഴി നമ്മൾ അവരുടെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് സിസ്റ്റമാറ്റിക്കലി നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഐദർ ഇൻഫോർമൽ, ചിലത് ഇൻഫോർമൽ ആയിട്ട് നമ്മൾ വളരെ കോൺവെർസേഷൻ ലെവലിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു പോകുന്നവരുണ്ട്. അല്ലാതെ ചിലത് കുറച്ച് സ്ട്രക്ചർ ഉണ്ട്, സെമി സ്ട്രക്ചർ കുറച്ചൊക്കെ ചോദ്യങ്ങളുണ്ട്, ബാക്കി നമ്മൾ അവിടെ വെച്ചിട്ട് ചെയ്യുന്നു. പിന്നെ ചിലത് ഓപ്പൺ എൻഡഡ് ആയിട്ട്, അതായത് അവർ തരുന്ന റെസ്പോൺസസിനനുസരിച്ച് നമ്മൾ ചോദ്യങ്ങൾ പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഇൻ്റർവ്യൂ. So to explore the views, experiences, beliefs and motivations of individual participants. അതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the researcher is able to focus on each participant of the group. അപ്പം ആ ഒരു കോൺവെർസേഷനിൽ നമ്മൾ നോക്കുമ്പോൾ റിസർച്ചർ അവിടെയുള്ള ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ പാർട്ടിസിപ്പൻറ്റിനെയും ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അതിൻ്റെ എണ്ണം കുറവായിരിക്കും, നമ്മൾ കുറച്ച് പേരിലായിരിക്കും. അപ്പോൾ വെച്ചാൽ വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ മേ ബി ഫ്രം ദ പ്രീനേറ്റൽ അല്ലെങ്കിൽ അവരുടെ ജനറേഷൻ, അവരുടെ ഇതിന് മുന്നത്തെ ജനറേഷൻ മുതലുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ള അനാലിസിസിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ അവർ അത് കൂടാതെ ഇവർ തരുന്ന ഇൻഫർമേഷൻ കൂടാതെ നമ്മൾ വേറെ എടുത്തുനിന്ന്, അതായത് അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, അവരുടെ പേരൻസ്, അവരുടെ കുട്ടികൾ, ഇവിടുന്ന് എല്ലായിടത്തും നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് ഒരു ഫൈനൽ കേസ് സ്റ്റഡി റിപ്പോർട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ it is a method which helps in an in-depth analysis of a person, situation or event, and it is one of the significant way of deeper analysis and thorough understanding of the collected data and inferring of the data. Okay, so ഇത്രയാണ് നമ്മളുടെ ഫീൽഡ് സ്റ്റഡീസിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഫീൽഡ് സ്റ്റഡി എന്ന് നമ്മൾ പറഞ്ഞു, റിസർച്ച് മെത്തേഡ്സ് പറഞ്ഞു. ഫസ്റ്റ് വരുന്നത് ഫീൽഡ് സ്റ്റഡി, റിസർച്ച് മെത്തേഡ്, അതിൽ ഡയറക്റ്റ് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, എത്നോഗ്രഫി, ക്വാളിറ്റേറ്റീവ് ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അടുത്തത് ഫീൽഡ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. അപ്പം ഇതിൽ unlike the laboratory experiment, a field experiment uses a real world situation. ഇപ്പോൾ റിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എടുത്തിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് എടുത്തത്. മറ്റവിടെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു റിസർച്ച് നടത്തുന്നത്. So the participant or individuals in the field experiment do not even know that they are participating in the research. അപ്പോൾ അവർക്ക് അറിയണമെന്നില്ല, ലൈക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോണ്ടൻസിന് അല്ലെങ്കിൽ എക്സ്പെരിമെന്റിൽ ആരാണോ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അറിയാതെ ആയിരിക്കും ഇത്തരത്തിലുള്ള റിസർച്ചിൽ അവർ അംഗമാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോഫ്ലിങ്സ് എക്സ്പെരിമെൻറ്റിൽ പണ്ടത്തെ ഒരു ക്ലാസിക് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നഴ്സസിൻ്റെ അടുത്ത് പറയാം, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ഒബീഡിയൻസിന് ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റഡി ആയിരുന്നു. അപ്പം അതിൽ നഴ്സസിൻ്റെ അടുത്ത് നമ്മൾ പറയും ഫിക്ഷണൽ ഡ്രഗാണ് നമ്മൾ നഴ്സിന് കൊടുക്കുന്നത്, പക്ഷെ നഴ്സിൻ്റെ അടുത്ത് പറയുന്നത് ഒറിജിനൽ ഡ്രഗ് ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് നഴ്സസിൻ്റെ അടുത്ത് പറയും അവർക്ക് രോഗത്തിനനുസരിച്ച് ഇത്രയും ലെവലിൽ അതിൻ്റെ ഡോസേജ് കൂട്ടി കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ചോദ്യം പോലും ചോദിക്കാതെ നഴ്സസ് കംപ്ലീറ്റ്ലി അവർ ഒബേ ചെയ്യാണ് അവരുടെ സുപ്പീരിയർ ഡോക്ടേഴ്സ്. അപ്പോൾ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് റിസർച്ചേഴ്സിൻ്റെ കോൺഫെഡറേറ്റ്സ് ആണ്, പക്ഷെ അതറിയാതെയാണ് ഇവർ ഈ ഒരു റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഡിസ്ട്രക്റ്റീവ് ഒബീഡിയൻസ് സൊസൈറ്റിയിൽ പ്രിവലൻ്റ് ആണ് ഇപ്പോഴും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റഡി നടത്തിയത്.
അപ്പോൾ അവിടെ പാർട്ടിസിപ്പൻറ്റിന് അറിയില്ല ലൈക്ക് അവർ ഈ റിസർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയാണ് അവിടെ വരുന്നത്. ആൻഡ് സോ ദേ ആക്ട് മോർ നാച്ചുറലി ആൻഡ് ഹെൽപ്പ് ദ റിസർച്ചേഴ്സ് ഇൻ ഗെറ്റിംഗ് മോർ ഓഥൻറ്റിക് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. So it helps the researchers to study the effects of policy-related interventions in various areas. അപ്പോൾ ഹെൽത്തിലാണെങ്കിലും എഡ്യൂക്കേഷനിലും ക്രൈമിലും സോഷ്യൽ വെൽഫെയർ പൊളിറ്റിക്സ് ഇതിലെല്ലാത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള റിസർച്ചസ് നടത്തി വരാറുണ്ട്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ റിസർച്ചേഴ്സ് ടു മാനിപ്പുലേറ്റ് ദ കണ്ടീഷൻ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടീഷൻ മാനിപ്പുലേറ്റ് ചെയ്യുക. ആ ഡ്രഗ് എന്ന് പറയുന്നത് റിയൽ ഡ്രഗ് അല്ല, പക്ഷെ അവിടെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളൊരു റിസൾട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ. Then the differences between experimental research and field experiment. ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചും ഫീൽഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഒബ്സർവേഷൻ അണ്ടർ കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്. ദെൻ ദ പാർട്ടിസിപ്പൻ്റ് ആർ ഹോമോജീനിയസ് ഓൺ ദ ബേസിസ് ഓഫ് എനി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എക്സ്റ്റേണിയസ് വേരിയബിൾസ് ആർ കൺട്രോൾഡ്. ഇപ്പോൾ മറ്റുള്ള വേരിയബിൾസിനെല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ നിർത്തുന്നത് ടു എക്സാമിൻ ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ന്യൂ ടീച്ചിങ് മെത്തേഡിൻ്റെ ഒരു എഫക്റ്റ് അറിയാനായിട്ടാണെങ്കിൽ അവിടെ നമ്മൾ ഒരേ തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുന്നു, ഒരേ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ തന്നെ നമ്മൾ എടുക്കുന്നു, ഒരു ടീച്ചറിനെ തന്നെ കൊണ്ട് നമ്മൾ ക്ലാസ് എടുപ്പിക്കുന്നു, അതിനുശേഷം അതിൻ്റെ എഫക്റ്റ് നമ്മൾ നോക്കുന്നു. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 2 ഗ്രൂപ്പാക്കി ചെയ്ത് കൺട്രോൾ ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ആക്കിയിട്ട് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് ആ ഒരു പുതിയ ടീച്ചിങ് മെത്തേഡ് നമ്മൾ കൊടുക്കുന്നു, കൺട്രോൾ ഗ്രൂപ്പിന് ആ ഒരു ടീച്ചിങ് മെത്തേഡ് കൊടുക്കുന്നില്ല, എന്നിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് നോക്കുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എക്സ്റ്റേണിയസ് വേരിയബിൾസ്, അതായത് അവരുടെ ഇൻ്റലിജൻസും ബാക്കി അവരുടെ ഏജ്, ഇൻ്റലിജൻസ്, അവരുടെ റീഡിങ് എബിലിറ്റി, അവരുടെ ഒരു അക്കാഡമിക് എബിലിറ്റി, ഇതെല്ലാം ഒരേപോലെ ആക്കിയതിന് ശേഷം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിനെ 2ആക്കി ഡിവൈഡ് ചെയ്തിട്ട് റിസർച്ച് നടത്തുന്നത്. സോ അതാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയാം. അതേസമയം ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി അല്ല. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ സെറ്റിങ്ങിലാണ് ഒബ്സർവേഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അവിടെ പല എക്സ്റ്റേണൽ വേരിയബിൾസും ചിലപ്പോൾ ഈ ഇടയിൽ കയറി വന്നിരിക്കാം. ഓക്കെ. സോ ദ പാർട്ടിസിപ്പൻറ്റ് മൈറ്റ് വേരി ഇൻ എ നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അവിടെ വരുന്ന പാർട്ടിസിപ്പൻസിനും ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സിൽ വ്യത്യാസങ്ങളും സംഭവിക്കാം. ദെൻ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഫീൽഡ് എക്സ്പെരിമെൻ്റ് തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് ജനറലൈസേഷൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ. പക്ഷേ ഫീൽഡ് എക്സ്പെരിമെൻറ്റിൽ ആ പെർട്ടിക്കുലർ സെറ്റിങ്ങിലെ എങ്ങനെയാണോ അവിടെയുള്ള ആളുകൾ എങ്ങനെയാണോ ആ ഒരു പെർട്ടിക്കുലർ റിയൽ ലൈഫ് സെറ്റിംഗ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജനറലൈസേഷൻ്റെ പോസിബിലിറ്റി. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻ ടേംസ് ഓഫ് റിസൾട്ട്സ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത് മിക്കതും ക്വാണ്ടിറ്റേറ്റീവ് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതേസമയം ഫീൽഡ് അതായത് നമ്മൾ കോറിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫീൽഡ് സ്റ്റഡിയും ഫീൽഡ് എക്സ്പെരിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഫീൽഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒന്നും നടക്കുന്നില്ല, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു വരികയാണ്. അപ്പോൾ നാച്ചുറൽ സെറ്റിങ്ങിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. ഡാറ്റ കളക്ഷൻ വളരെ ഈസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ആ ഒരു എക്സ്പെരിമെൻ്റൽ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയുള്ള ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് വരുന്നുണ്ട്. ദെൻ ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പം അതൊരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ്. അവിടെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അറിയാൻ, വേരിയബിൾസ് തമ്മിലുള്ള കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് അറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് ആയിട്ട് പറയുന്നത്. അതുപോലെ കണ്ടീഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. ദെൻ ഡേറ്റ കളക്ഷൻ കുറച്ചും കൂടി ഈസിയർ ആണ്. അതുപോലെ എക്സ്പെരിമെൻറ്റിൻ്റെ കൺട്രോൾ ഉള്ളതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ ഫീൽഡ് സ്റ്റഡിയിൽ സിമുലേഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് ഈസ് നോട്ട് പോസിബിൾ. അതായത് നാച്ചുറൽ സെറ്റിങ്ങിലായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും വരുത്താനൊന്നും സാധിക്കില്ല. അതേസമയം ഫീൽഡ് എക്സ്പെരിമെൻറ്റിലാണെങ്കിൽ അവിടെ ആ കോണ്ടെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ആ ഒരു റിയലിസത്തിന് വേണ്ടിയിട്ട് ഏത് രീതിയിൽ നമുക്ക് അതിനെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ദെൻ മാനിപ്പുലേഷൻ പോസിബിൾ അല്ല, മാനിപ്പുലേഷൻ ഓഫ് ദ വേരിയബിൾസ് പോസിബിൾ അല്ല ഫീൽഡ് സ്റ്റഡിയിൽ. പക്ഷേ ഓഫ് കോഴ്സ് ഫീൽഡ് എക്സ്പെരിമെൻറ്റിൽ മാനിപ്പുലേഷൻ പോസിബിൾ ആണ്. ഇതാണ് മേജറായിട്ട് വരുന്ന ഡിഫറൻസ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയത് എക്സ്പെരിമെൻ്റൽ റിസർച്ചും ഫീൽഡ് എക്സ്പെരിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ ഫീൽഡ് സ്റ്റഡിയും ഫീൽഡ് എക്സ്പെരിമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ദെൻ അടുത്തത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ആണ് പറയുന്നത്.
നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ദ റിസർച്ചർ ഒബ്സർവ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് നോട്ടീസ് ബൈ ദം. നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഡയറക്റ്റ് ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്ന പോലെ. സോ ഇൻ ദെയർ നാച്ചുറൽ എൻവയോൺമെൻറ്റിലാണ് പോസിബിൾ. ദ ടെക്നിക് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് മോർ റിയലിസ്റ്റിക്, നാച്ചുറൽ ആൻഡ് നോർമൽ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ആ ഒരു അവരെ നോക്കുന്നുണ്ട്, അല്ല അവരെ ഒബ്സർവ് ചെയ്യപ്പെടുകയാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ വളരെ റിയലിസ്റ്റിക്കും നാച്ചുറൽ അതുപോലെ നോർമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെ കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് പറയുന്നത്. ആൻഡ് ദ റിസർച്ചർ ഡസ് നോട്ട് അറ്റംപ്റ്റ് ടു ഇന്റർവീൻ. അതായത് അവരുടെ നോർമൽ ബിഹേവിയറിനെ ഇന്റർവീൻ ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ലേണിംഗ് ബിഹേവിയർ ഓഫ് സ്റ്റുഡൻസ് ആണ് എനിക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഞാൻ നാച്ചുറൽ ക്ലാസ് റൂം സെറ്റിങ്ങിൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതാണ് ഒബ്സർവ് ചെയ്യുന്നത്. And this will help them to observe the behavior in a real world. And the research method therefore does not require the creation of ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റ് ഉണ്ടാക്കുകയോ അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലൊരു എത്തിക്സ് വയലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ബിക്കോസ് അവരെന്താണോ അവരുടെ നാച്ചുറൽ ക്ലാസ് റൂം സെറ്റിങ്ങിൽ എങ്ങനെയാണോ അതാണ് നമ്മളവിടെ പഠിക്കുന്നത്. ആൻഡ് അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ടു സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് കിഡ്സ് ഹു ഹാവ് ലോസ്റ്റ് ദിയർ പേരൻസ്, ദെൻ ദേ ക്യാൻ ഒബ്സർവ് ദം ഇൻ ഓർഫനേജ്. അപ്പോൾ ഒരു ഓർഫനേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനിൽ വരുന്ന ടെക്നിക്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനിലൂടെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. ഒന്ന്, ഓഡിയോ ആൻഡ് വീഡിയോ റെക്കോർഡിംഗ്. അതാണ് ഒരു കാര്യം പറയുന്നത്, റെക്കോർഡ് ഓഫ് വീഡിയോ ഓർ ഓഡിയോ ഓഫ് ദ ഒബ്സർവേഷൻ സെഷൻസ്. രണ്ട്, ഡേറ്റ എൻട്രി. ഡേറ്റ എൻട്രി എന്ന് പറയുമ്പോൾ ദ റിസർച്ചർ നോട്ട്സ് ഡൗൺസ് ഇൻ എ ഡയറി. അതായത് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ എൻട്രി ചെയ്ത് വെച്ചതിന് ശേഷം ലേറ്റർ അതിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. And he or she might refer to these narratives later and then try to understand the behavior pattern of the participants. Then last one is tally count. Tally count എന്ന് പറയുന്നത് അവർ ഏതൊക്കെ ബിഹേവിയേഴ്സ് കാണിച്ചിട്ടുണ്ട്, ഏതൊക്കെ ബിഹേവിയേഴ്സ് കാണിക്കുന്നില്ല, അങ്ങനെ നമ്മൾ ടിക്ക് ചെയ്ത് നമ്മൾ പോകും. അതാണ് ടാലി കൗണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സർവേ റിസർച്ച്. സർവേ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോൺ എക്സ്പെരിമെൻ്റൽ ഫീൽഡ് സ്റ്റഡി പോലെ തന്നെ നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്. അവിടെ അതൊരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ഫോർ സ്റ്റഡിങ് ലാർജർ സാമ്പിൾ. ഒരുപാട് വലിയ സാമ്പിളിൻ്റെ ടെസ്റ്റിലൂടെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂയിലൂടെ ഒക്കെ ആയിട്ട് നമ്മൾ റെസ്പോണ്ടൻസ് നിന്ന്, അതായത് ഒരു വലിയൊരു പോപ്പുലേഷൻ ആയിരിക്കും, ആ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ വളരെ ഹോമോജിനിയസ് ആയിട്ടുള്ളൊരു ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു ത്രൂ സാമ്പിളിംഗ് മെത്തേഡ്. എന്നിട്ട് ആ കിട്ടിയ സാമ്പിളിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ത്രൂ ക്വസ്റ്റനെയർ കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂയിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള മെത്തേഡാണ് നമ്മൾ സർവേ റിസർച്ച് എന്ന് പറയുന്നത്. സർവേ റിസർച്ച് എന്ന് പറയുമ്പോൾ ദ മെത്തേഡ് ഓഫ് സർവേ റിസർച്ച് ഈസ് വൺ ഓഫ് ദ ടെക്നിക്സ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ റിസർച്ച് which can be helpful in collection of data both through direct and indirect observation. ഇപ്പോൾ ഡയറക്റ്റ് ഒബ്സർവേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂയിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒപ്പീനിയൻസ്, ലൈബ്രറി സർവീസസ്, അപ്പോൾ അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് അതിന് വേണ്ടുള്ളൂ. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓർ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ കളക്ടിങ് ഡേറ്റ ത്രൂ സർവേ റിസർച്ച്. അപ്പം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സാമ്പിൾ മെത്തേഡാണ്. അതുപോലെ തന്നെ ക്വസ്റ്റനെയർ നമ്മൾ കൊടുക്കും. ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്വസ്റ്റനെയർസിലൂടെ നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇന്റർവ്യൂയിലൂടെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്? ഒരു സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഒരു പോപ്പുലേഷൻ, അതായത് എനിക്ക് പഠിക്കേണ്ടത് അഡോളസന്റ് ഗ്രൂപ്പിനെ ആണെങ്കിൽ അഡോളസന്റ് ഗ്രൂപ്പിനെയാണ് നമുക്ക് പോപ്പുലേഷൻ എന്ന് പറയാൻ പറ്റുക. അപ്പം ഈ ലോകത്തുള്ള എല്ലാ അഡോളസന്റ് ഗ്രൂപ്പിനെയും എനിക്ക് ഒരുമിച്ച് പഠിക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പം ഞാൻ അതിനെ ചുരുക്കി എൻ്റെ ഏരിയയിൽ അല്ലെങ്കിൽ എൻ്റെ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ സ്റ്റേറ്റിൽ എത്ര പേരെ എനിക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവരും. അപ്പം അങ്ങനെ ചെറുതാക്കി നമ്മൾ കൊണ്ടുവന്ന് നമ്മൾക്ക് ഒരു സ്റ്റഡിയുടെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമുക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം സാമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കൂട്ടം ആളുകളെയാണ് അല്ലെങ്കിൽ റെസ്പോണ്ടൻസിനെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോപ്പുലേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കണം എപ്പോഴും ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. കറക്റ്റ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 10% ഓഫ് ദ പോപ്പുലേഷൻ എന്നാണ് പറയുക. പക്ഷേ എന്നാലും നമ്മൾ റിസർച്ചിലേക്ക് നമ്മൾ അത്രയൊന്നും നമ്മൾ എടുക്കുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല.
സോ അതനുസരിച്ച് നമ്മൾ കുറച്ചിട്ടാണ് നമ്മൾ സാമ്പിൾ എടുക്കുക. അപ്പോൾ സാമ്പിൾ എന്ന് പറയുമ്പോൾ ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സാമ്പിളിൽ വന്നിരിക്കണം എന്നുള്ളതാണ് നമ്മളതിനകത്ത് ആ ഒരു ക്വാളിറ്റി ആയിട്ട് മനസ്സിലാക്കേണ്ടത്. സോ എ സാമ്പിൾ ഇസ് എ representation of the population or universe selected for the study and to study a level of job satisfaction among the employees of an organization. For example, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് പഠിക്കേണ്ടതെങ്കിൽ the researchers can select and study the attitude of at least 10% of each department of the organization. അപ്പോൾ ആ ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഓപ്പറേഷൻസിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം HR അങ്ങനെ ഓരോ ഏരിയയിൽ അല്ലെങ്കിൽ ഇപ്പോൾ അക്കൗണ്ട്സിലാണെങ്കിൽ അപ്പം അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ഒരു 10 പേരെ ഞാൻ എടുക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു 10 പേരെ വെച്ച് ഞാൻ എടുക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ അവരിൽ ഞാൻ റിസർച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതൊരു പോസിബിൾ ആയിട്ടുള്ള മാർഗ്ഗം. അല്ലാതെ ഒരു ഓർഗനൈസേഷനിലെ മൊത്തം ആളുകളെ വെച്ചിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാനായിട്ട് അത്രയും പോസിബിലിറ്റി കുറവായിരിക്കും. പിന്നെ നമ്മൾ എടുക്കാറുണ്ട് ഇപ്പോൾ സെൻസസ് മെത്തേഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ സെൻസസ് മെത്തേഡ് ചെയ്യാറ്. ദെൻ അടുത്തത് ക്വസ്റ്റ്യനെയർ. അപ്പം നമ്മൾ ആദ്യം ആളുകളെ തിരഞ്ഞെടുത്തു. സോ ദാറ്റ് ഈസ് സാമ്പിളിംഗ് മെത്തേഡ്. അതിനുശേഷം നമ്മൾ അവർക്ക് ക്വസ്റ്റ്യനെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. So questionnaire എന്ന് പറയുമ്പോൾ they are basically a kind of paper, pencil or multiple choice test. ഇപ്പോൾ പേപ്പർ പെൻസിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ നമുക്ക് പേപ്പറും പെൻസിലും കൊണ്ട് മാത്രം നമുക്ക് ആ ടെസ്റ്റ് ചെയ്ത് തീർക്കാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ yes or no ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും. ആ ചോദ്യം ഉണ്ടാവും, ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം എഗ്രി, ഡിസെഗ്രി അങ്ങനെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസസ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ റെസ്പോൺസസിനെ ബേസ് ചെയ്തിട്ടാണ് അനാലിസിസ് വരുന്നത്. Okay, so that is questionnaire. So questionnaires are basically a kind of paper, pencil or multiple choice test in which the individuals needs to select the most suitable alternative. ഈ ക്വസ്റ്റ്യനെയർ തന്നെ നമുക്ക് പല തരത്തിൽ നമുക്ക് അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഒന്ന് പറയുന്നത് മെയിൽ സർവേ. മെയിൽ സർവേ എന്ന് പറയുന്നത് നമ്മൾ മെയിൽ അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ മെയിലിന് അവർ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് ഡേറ്റ നമുക്ക് തിരിച്ച് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു. അപ്പം അതിനെയാണ് നമ്മൾ മെയിൽ സർവേ ടെക്നിക് എന്ന് പറയുന്നത്. റിസർച്ചർ മേ ഫോർവേഡ് എ സോഫ്റ്റ് കോപ്പി ഓഫ് ദ ക്വസ്റ്റ്യനെയറിന്റെ സോഫ്റ്റ് കോപ്പി നമ്മൾ മെയിലിലേക്ക് ഇടുന്നു. എന്നിട്ട് റെസ്പോണ്ടൻസ് ആ മെയിൽ ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് അയക്കുന്നു. സോ ദാറ്റ് ഈസ് മെയിൽ സർവേ. അടുത്തത് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേഡ് ക്വസ്റ്റ്യനെയർ. ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിൽ ഒരു ലാർജ് നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് അവിടെ എത്തുന്നു. എന്നിട്ട് ഈ ക്വസ്റ്റ്യനേഴ്സ് ഒരേ സമയം നമ്മൾ ഇതെല്ലാവർക്കും കൊടുത്ത് അതിൻ്റെ റെസ്പോൺസ് നമ്മൾ കളക്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേഡ് ക്വസ്റ്റ്യനെയർ. അപ്പോൾ ഇൻഡിവിജ്വൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം നമുക്ക് ഒരാൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം എനിക്ക് ഒരു വലിയ ഗ്രൂപ്പിൽ വരെ നമുക്ക് ആ ക്വസ്റ്റ്യനെയർ കൊടുക്കാനായിട്ട് സാധിക്കും. So it is one of the traditional methods of administering the questionnaire. The researchers calls for the large number of respondents to be present at a stipulated time period as a group. So under such group settings, respondents are asked to respond to a structured sequence of questions. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആ പേപ്പറിൽ ഉണ്ടാവും. ക്വസ്റ്റ്യനെയറിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് റെസ്പോണ്ടൻസ് അത് ഉത്തരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ദെൻ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഹൗസ് ഹോൾഡ് ഡ്രോപ്പ് ഓഫ് സർവേ. നമ്മൾ ഫ്ലാറ്റുകളിലൊക്കെ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയെല്ലാം ചില ക്വസ്റ്റ്യനേഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെയറിനകത്ത് ചില പോയിന്റ്സ് നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഏത് ഡിഷ് വാഷാണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഓരോരോ ചോദ്യങ്ങളുണ്ടാവും. അതിനൊക്കെ കൃത്യമായിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് അവിടെ തന്നെ നമ്മൾ തിരിച്ചു വയ്ക്കും. അതാരെങ്കിലും വന്ന് തിരിച്ച് കളക്ട് ചെയ്യും. അതാണ് ഹൗസ് ഹോൾഡ് ഡ്രോപ്പ് ഓഫ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. സോ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. ഫേസ് ടു ഫേസ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു. അതുപോലെ which helps in providing more honest ആയിട്ടുള്ള ആൻസേഴ്സ് ആൻഡ് റെസ്പോൺസസ് ഫ്രം ദ സാമ്പിൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ചിലപ്പോൾ എനിക്ക് തരാൻ തോന്നുന്ന ഒരു ഉത്തരം മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഓർത്തിട്ട് ചിലപ്പോൾ ഞാനത് കൊടുത്തെന്ന് വരില്ല. അപ്പോൾ അവിടെ സോഷ്യൽ ഡിസേബിലിറ്റിയുടെ ഒരു
ഇഷ്യൂ അവിടെ വരാൻ സാധ്യതയുണ്ട്. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസസ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ആസ് ദ ഇന്റർവ്യൂവർ വർക്ക്സ് ഡയറക്ട്ലി വിത്ത് ദ റെസ്പോണ്ടന്റ് ഓർ ദി ഇന്റർവ്യൂ ആൻഡ് ദ ഇന്റർവ്യൂവർ ഹാസ് എൻ ഓപ്പർച്യൂണിറ്റി ടു ആസ്ക് ദ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അവിടെ ഇന്റർവ്യൂവറിന് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നുണയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ അടുത്തടുത്ത ചോദ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവിടെ നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കില്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസസ് നമ്മൾ ഇന്റർവ്യൂവിൻ്റെ കേസിൽ പ്രതീക്ഷിക്കാം. ഇന്റർവ്യൂ തന്നെ പലതരത്തിലുണ്ട്. ചിലത് നമ്മൾ ടെലിഫോണിലൂടെ നമ്മൾ ഇന്റർവ്യൂ നടത്താറുണ്ട്. പിന്നെ സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ്. സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ അവിടെ വെൽ പ്ലാൻഡ് ആയിരിക്കും, ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിരിക്കും, അതുപോലെ തരേണ്ട ആൻസേഴ്സും അവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവാം ഏകദേശം. സോ അപ്പോൾ അതാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വളരെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ എല്ലാ കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ആയിരിക്കും. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ അതൊരു ചിലപ്പോൾ ഒരു ഇൻഫോർമൽ അറ്റ്മോസ്ഫിയറിലായിരിക്കാം ആ ഒരു ടെസ്റ്റ് ഇന്റർവ്യൂ നടത്തുന്നത്. ഇപ്പോൾ ഓരോ ചോദ്യങ്ങൾ വരുന്നതിനനുസരിച്ചായിരിക്കും അടുത്തടുത്ത ചോദ്യങ്ങൾ വരിക. സോ ദർ ഇസ് നോ പ്രീ പ്ലാനിങ് ഇൻ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അടുത്തത് ആർക്കൈവൽ റിസർച്ച്. ആർക്കൈവൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്ത അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുക. അതാണ് ആർക്കൈവൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു പെർട്ടിക്കുലർ ഡ്രഗ്, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് അതൊരു സൈക്കട്രിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണെന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു ഡ്രഗിനെ പറ്റിയിട്ട് എനിക്ക് അറിയണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. അപ്പം അതെനിക്ക് മറ്റുള്ളവരിൽ ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസിനെ കുറിച്ചിട്ട് ഞാൻ വായിക്കുന്നു. അപ്പോൾ വായിച്ചിട്ട് ആ കിട്ടുന്ന ഒരു ഇൻഫർമേഷനിൽ നിന്ന് എനിക്കൊരു ഇൻസൈറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. Okay, so the researchers of social psychology rely upon the existing documents to gain an insight into a human behavior, and such a kind of research is known as archival research. The authentic documents from the decades. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വേറൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള റിസർച്ചേഴ്സും ഓൾറെഡി ഉള്ള ഡോക്യുമെന്റ്സ് നമ്മൾ നോക്കുമ്പം എവിടെയാണ് ലാക്കിങ്, എവിടെയാണ് ഇൻഫർമേഷൻ ലാക്കിങ് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് തന്നെയാണ് നമ്മളുടെ ഒരു ഫർദർ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്, അതായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കൂടുതലായിട്ടുള്ള ഫർദർ സ്റ്റഡീസിൻ്റെ ഒരു പോസിബിലിറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ഈ ആർക്കൈവൽ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ഏജൻസീസ്, ഫോർ എക്സാമ്പിൾ ദേ പ്രൊവൈഡ് records such as census, birth rate, death rate, criminal records, etc. and the research organizations. അതുപോലെ ഇതുപോലെ തന്നെ നമ്മളുടെ റിസർച്ചുമായിട്ട് കണക്ട് ചെയ്ത് പ്രീവിയസ് ആയിട്ടുള്ള റിസർച്ച് നടത്തിയിട്ടുള്ള റിസർച്ച് ഓർഗനൈസേഷൻസിൽ നിന്ന് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. Then health and human service organizations. So these organizations provide records related to human health and related services. Then schools and education departments, various records of students. ഇപ്പം ഒരു ക്രൈം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ അവരുടെ ഡേറ്റയാണ് എനിക്ക് കളക്ട് ചെയ്യേണ്ടത്. അതായത് പെർട്ടിക്കുലർ ഏരിയയിൽ കുറച്ചധികം ക്രൈം വരുന്നു, അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ബിഹേവിയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വേരിയസ് ആയിട്ടുള്ള റെക്കോർഡ്സ് നമ്മൾ എടുക്കും, അവിടെയുള്ള കുട്ടികളുടെ റെക്കോർഡ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, അപ്പോൾ അവരുടെ റെക്കോർഡ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നമ്മളെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ദ വേരിയസ് റെക്കോർഡ്സ് ഓഫ് സ്റ്റുഡൻസ്, ദെയർ പേരൻസ് ആൻഡ് അതർ റിലേറ്റഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് ക്യാൻ ബി അവൈലബിൾ ഫ്രം ദീസ് പ്രെമിസസ്. അടുത്തത് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു എംപ്ലോയീസ്, എംപ്ലോയേഴ്സ്, ക്ലയൻറ്റ്സ് ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി റെക്കോർഡ്സ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് കോറിലേഷണൽ റിസർച്ച്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് മെത്തേഡ്. ഇതൊരു നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് മെത്തേഡാണ്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എനിക്ക് അറിയേണ്ടത്. ഫോർ എക്സാമ്പിൾ, ലെവൽ ഓഫ് മോട്ടിവേഷനും ജോബ് സാറ്റിസ്ഫാക്ഷനും. ലെവൽ ഓഫ് മോട്ടിവേഷൻ എമംഗ് എംപ്ലോയീസും ജോബ് സാറ്റിസ്ഫാക്ഷനുമാണ് എനിക്ക് അറിയേണ്ടതെങ്കിൽ ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ലെവൽ ഓഫ് മോട്ടിവേഷൻ കൂടുന്തോറും ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുന്നുണ്ടോ, അല്ല ലെവൽ ഓഫ് മോട്ടിവേഷൻ കുറയുന്തോറും ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറയുന്നുണ്ടോ, ഇതറിയാനായിട്ടാണ് നമ്മൾ കോറിലേഷൻ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കോറിലേഷൻ റിസർച്ചിൽ ഒരിക്കലും നമുക്ക് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അറിയാൻ സാധിക്കില്ല. പക്ഷേ ഇത് കൂടുമ്പോൾ ഇത് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കൂടുമ്പോൾ ഇത് കുറയുന്നുണ്ട്, അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ മാത്രമാണ് നമുക്ക്
കോറിലേഷൻ റിസർച്ചിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ലെവൽ ഓഫ് മോട്ടിവേഷൻ കൂടുന്തോറും ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പോസിറ്റീവ് കോറിലേഷൻ. ലെവൽ ഓഫ് മോട്ടിവേഷൻ കൂടുന്തോറും ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നെഗറ്റീവ് കോറിലേഷൻ. ഇനി തമ്മിൽ ഈ രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് സീറോ കോറിലേഷൻ ഓർ നോ കോറിലേഷൻ. ഓക്കെ, സോ നമുക്ക് ആ യൂണിറ്റ് ഒന്നുകൂടി ഒന്ന് പോയി നോക്കാം. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ റിസർച്ച് മെത്തേഡ്സ് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ഫീൽഡ് സ്റ്റഡി റിസർച്ച് മെത്തേഡ്സ്. അതിൽ വരുന്ന ടെക്നിക്സ് ഒന്ന് ഡയറക്റ്റ് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, എത്തനോഗ്രഫി, ക്വാളിറ്റേറ്റീവ് ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി. അടുത്തത് ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ളത്. സോ എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഫീൽഡ് എക്സ്പെരിമെൻ്റ് തമ്മിലുള്ള ഡിഫറൻസസ്, ദെൻ ഫീൽഡ് സ്റ്റഡി ആൻഡ് ഫീൽഡ് എക്സ്പെരിമെൻ്റ് തമ്മിലുള്ള ഡിഫറൻസ്, ദെൻ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്താണ്, എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ ലൈക്ക് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ്, ഡയറി എൻട്രി, ടാലി കൗണ്ട്സ്. ദെൻ സർവേ റിസർച്ച്. സർവേ റിസർച്ചിലെ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് സാമ്പിളിംഗ് ആണ്. അത് തന്നെ സാമ്പിളിംഗ് ആണ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് വരുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്വസ്റ്റനെയർ ആവാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആവാം. ദെൻ ക്വസ്റ്റനെയർസ് പല രീതിയിലുണ്ടാവും. മെയിൽ സർവേ, ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റഡ് ക്വസ്റ്റനെയർ, ഹൗസ് ഹോൾഡ് ഡ്രോപ്പ് ഓഫ് സർവേ. Then interview, structured, unstructured and telephonic. Then archival research, correlational research. So social psychologists, they investigate human social behavior at various levels. And in order to do so, they apply various research techniques like field research, survey research, field experiments, naturalistic observation, archival and correlational research. Then അടുത്തത് each of the research method has its own unique way to collect information. ഓരോ റിസർച്ച് മെത്തേഡിനും അതിൻ്റെതായ ഒരു യുണീക്ക് വേ ഉണ്ട് to collect the information, which helps the researcher to design the interventions accordingly. ഓക്കെ, ഇനി അടുത്തത് യൂണിറ്റ് 4 റിസർച്ച് മെത്തേഡ്സ് ഇൻ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി 2 ആണ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് പിന്നെ മേജറായിട്ട് പറയുന്നത് എന്താണ് സാമ്പിളിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ കണ്ടത് കാര്യമാണ്. സാമ്പിളിംഗ് എന്താണ്, സാമ്പിളിംഗ് ടെക്നിക്സ് എന്തൊക്കെയാണ്, മേജർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, സാമ്പിളിംഗ് മെത്തേഡ് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു, എന്താണ് അതിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ മേജർ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ്. അതിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, അതിനുശേഷം എത്തിക്കൽ ഇഷ്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. എന്താണ് സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്സ്? ഞാൻ നേരത്തെ പറഞ്ഞു, സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ, അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റിനെയാണ് നമുക്ക് സാമ്പിൾ എന്ന് പറയാൻ പറ്റുക. ആൻഡ് സാമ്പിളിംഗ് ഇറ്റ് റെഫേഴ്സ് ടു ദ സെലക്ഷൻ. സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ, സെലക്ഷൻ മെത്തേഡിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുക. So it refers to the selection of certain individuals or a subset of population to make statistical inferences from them and then generalize it on the population which we are going to which we wish to study. അപ്പം നമ്മളിപ്പോൾ ഒരു പോപ്പുലേഷൻ അഡോളസൻസിൽ ഒരു പിയർ പ്രഷറിൻ്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുമ്പോൾ അഡോളസൻ ഗ്രൂപ്പിലെ മൊത്തം ആളുകളെ നമ്മൾ എടുക്കാതെ നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു സബ്സെറ്റ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പല കാറ്റഗറിയിൽ നിന്നൊക്കെ ഉള്ള പിള്ളേരെ വെച്ചിട്ട് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ പിയർ പ്രഷർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളത് ജനറലൈസ് ചെയ്യാണ്. ലൈക്ക് അഡോളസൻ ഗ്രൂപ്പിന് ഒരു പിയർ പ്രഷറിൻ്റെ സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് കമ്പയർഡ് ടു അതർ ഏജ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ മറ്റുള്ള ഏജ് ഗ്രൂപ്പ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്നു കുറച്ച് ആളുകളെ. ഇനി അഡോളസൻ്റെ മാത്രമാണെന്നുണ്ടെങ്കിൽ അഡോളസൻ ഗ്രൂപ്പിനെ മാത്രം വെച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. So it helps in determining the accuracy of the research and survey. അപ്പോൾ റിസർച്ച് ഏറ്റവും ആക്യുറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു സാമ്പിൾ അത്രയും കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. ആൻഡ് ഇഫ് ദർ ഈസ് എ മിസ്റ്റേക്ക് ഇൻ ദ സാമ്പിൾ ദെൻ ഇറ്റ് ഹാസ് ഡയറക്റ്റ് ഇംപ്ലിക്കേഷൻ ഓൺ ദ റിസൾട്ട്. So samples are devices for learning about large masses by observing a few individuals. കുറച്ച് ആളുകളെ കണ്ടുകൊണ്ട് നമുക്ക് ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് പഠിക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. And what are the major characteristics of sampling technique? Sampling technique major ആയിട്ടുള്ള characteristics എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, cost and time. So it is highly cost effective and efficient
thereby takes less time to make statistical inferences. ഇപ്പോൾ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് ഒരു പോപ്പുലേഷൻ മൊത്തം, ഇപ്പോൾ അഡോളസൻസിന് മൊത്തം എനിക്ക് പഠിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ നിന്ന് ഈ ഒരു ഗ്രൂപ്പിനെ എടുക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ എനിക്ക് പഠിക്കണം. അപ്പം ആ ആളുകളെ മൊത്തം നമുക്ക് എടുക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ എവിടെ നിന്നെങ്കിലും ആയിട്ട് നമ്മൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ആ റിസർച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. നെക്സ്റ്റ് ഇസ് റിലയബിലിറ്റി. സോ ഇഫ് യു ചൂസ് എ സാമ്പിൾ യൂണിറ്റ്സ് കെയർഫുള്ളി, ഇപ്പം നമുക്ക് എൻ്റെ പരിസരത്തുള്ള 10 പിള്ളേരെ എടുത്തു, ആ പിള്ളേരുടെ അടുത്ത് നിന്ന് റിസൾട്ട് കിട്ടി, അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ സാമ്പിൾ യൂണിറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കെയർഫുൾ ആയിട്ട് നമുക്ക് എടുത്താൽ നമ്മൾക്ക് നല്ല ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള റിസൾട്ടിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്. സോ ഇഫ് യു ചൂസ് എ സാമ്പിൾ യൂണിറ്റ്സ് കെയർഫുള്ളി ആൻഡ് ദ മാറ്റർ സർവേഡ് ഈസ് നോട്ട് ഡൈവേഴ്സ് ഇൻ ക്യാരക്ടർ, നമ്മൾ പഠിക്കുന്ന ആൾക്കാരെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല എന്നെങ്കിൽ, then the result derived from the sample should have the same reliability as a population survey. ഇപ്പം അങ്ങനെയാണെങ്കിൽ, ഇപ്പം ഒരേ ക്ലാസ്സിലെ കുട്ടികളെയാണ് ഞാൻ പഠിക്കുന്നത്, 4ാം ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ പഠിക്കുകയാണെങ്കിൽ ഈ 4ാം ക്ലാസ്സിലെ കുട്ടികളെ 4 ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വളരെ കുറച്ച് പേരെ എടുക്കുന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് 15 പേരെ അല്ലെങ്കിൽ 10 പേരെ വെച്ച് ഞാൻ എടുക്കുന്നുള്ളതായിരിക്കാം. പക്ഷേ ഈ 10 പേർക്കും ഏകദേശം ഈ ഒരു ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 10 പേരെ വെച്ചിട്ട്, ഓരോ ക്ലാസ്സിൽ നിന്നും 10 പേരെ വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ടോട്ടൽ പോപ്പുലേഷൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതാണ് റിലയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻ ഡെപ്ത് സ്റ്റഡി, നമ്മൾക്ക് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഇപ്പം നമ്മൾ ഒരു പോപ്പുലേഷനെ മൊത്തം പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയുടെ പോസിബിലിറ്റിയാണ് നമുക്ക് ഈ ഒരു സാമ്പിളിനെ എടുത്ത് പഠിക്കുമ്പോൾ കിട്ടുന്നത്. ദെൻ സയൻറ്റിഫിക് അപ്രോച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാം നമ്മൾ സാമ്പിൾസ് എടുക്കുന്നതും സാമ്പിൾ കളക്ട് ചെയ്യുന്ന എല്ലാം സയൻറ്റിഫിക് മെത്തേഡിലൂടെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ദ റിസൾട്ട്സ് ഗാർണർഡ് ഫ്രം ദ പർട്ടിക്കുലർ സെറ്റ് ഓഫ് യൂണിറ്റ്സ് ക്യാൻ ബി വെരിഫൈഡ് ആൻഡ് അപ്ലൈഡ് ടു അതർ സെറ്റ് ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, ദെൻ അടുത്തത് സ്യൂട്ടബിലിറ്റി. മാക്സിമം നമ്പർ ഓഫ് റിസർച്ചേഴ്സ് ആൻഡ് സർവേസ് യൂസ് എ സാമ്പിളിംഗ് ടെക്നിക്. മാക്സിമം നമ്പർ ഓഫ് റിസർച്ചേഴ്സും അതുപോലെ സർവേസും സാമ്പിളിംഗ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെനെവർ ദ മാറ്റർ ഇസ് നോട്ട് ഡൈവേഴ്സ് ഇൻ നേച്ചർ, ഇപ്പം ആളുകളിൽ വലിയ വ്യത്യാസമില്ലാത്ത ആളുകളാണെന്ന് വിചാരിച്ചു, അങ്ങനെ വരുമ്പോൾ ഈ കുറച്ച് ആളുകൾ എടുത്താൽ മതി, ബിക്കോസ് ആളുകൾക്കൊന്നും വലിയ വ്യത്യാസം ഇല്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പം ഇപ്പം 100 പേര് എടുത്തിട്ടുണ്ടെങ്കിലും ആ 100 പേരിൽ എല്ലാ ഏകദേശം സെയിം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ 100 പേരിൽ നിന്ന് ഒരു 20 പേരെടുത്ത് അല്ലെങ്കിൽ 10 പേരെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതേ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടും. So this is applicable to most situations. Okay. Then methods or techniques of sampling. സാമ്പിളിംഗിൽ വരുന്ന മെത്തേഡ്സ് അല്ലെ ടെക്നിക്സ് ആണ്. ഇപ്പോൾ മേജറായിട്ട് നമ്മൾ പറയുന്നത് 2 കാറ്റഗറിയാണ്. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, 2 നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഓക്കെ, ആൻഡ് ദ ഫാക്ട് ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് ബിറ്റ്വീൻ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈസ് വെദർ ദ സാമ്പിൾ ഈസ് റാൻഡംലി സെലക്റ്റഡ് ഓർ നോട്ട്. സാമ്പിള് റാൻഡം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്താണോ അല്ലയോ എന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു ഡിഫറൻഷിയേറ്റ് എടുക്കുന്നത്. ഇപ്പം സാമ്പിൾ റാൻഡം ആയിട്ട് കളക്ട് ചെയ്താണെങ്കിൽ നമുക്ക് പറയാം പ്രോബബിലിറ്റി സാമ്പിളിംഗ്. റാൻഡം ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത്. സോ ഇൻ കേസ് ഓഫ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡിലാണെങ്കിൽ, അതായത് പ്രോബബിലിറ്റി സാമ്പിളിംഗിലാണെങ്കിൽ, ഈച്ച് എലമെന്റ് ഓർ യൂണിറ്റ് has an equal chance to be chosen or selected for the study. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആർക്ക് വേണമെങ്കിലും സാമ്പിൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഈക്വൽ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമുക്ക് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം. മറ്റേത് അവിടെ ചില കാറ്റഗറി ഓഫ് ആൾക്കാർക്കേ ചാൻസ് ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ചാൻസ് ഇല്ല. ഓക്കെ, അത് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനെയാണ് നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. Then probability sampling. It is a sampling technique in which each element of the population has an equal probability or chance of selection. എല്ലാവർക്കും ചാൻസ് ഉണ്ട്, പക്ഷെ ആർക്കാണ് കിട്ടാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയാം. And this is because of the randomization, and hence it is called also known as random sampling. So this method provides a guarantee that the process is without bias. അപ്പോൾ പ്രോസസ്സ് ബയസിലൂടെ അല്ല,
അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ആർക്കും കിട്ടുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു ബയസിന്റെ പോസിബിലിറ്റി ഇല്ല. ആൻഡ് ഡ്യൂ ടു ദിസ് റാൻഡമൈസേഷൻ randomized selection, the results from the statistical methods are highly accurate. അപ്പോൾ റാൻഡം ആയിട്ട് എടുക്കുന്നത് കൊണ്ട് റിസൾട്ട്സ് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ ബയസ്ഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല കിട്ടുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിസൾട്ട്സ് ഒന്നും ആയിരിക്കില്ല. വളരെ ജെന്യുവൻ ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓൾസോ ബൈ എലിമിനേറ്റിംഗ് ദ സാമ്പിൾ ബയസ് ആൻഡ് ബൈ ബീയിങ് റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ സാമ്പിൾ ബയസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലും അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഒരു 100% ലെവലിലേക്ക് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതായത് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ മേജർ ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ഇത്രയും ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് മേജറായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ യൂണിറ്റിനും ആ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിലുള്ള ഓരോ യൂണിറ്റിനും ഏതൊരു യൂണിറ്റിനും അവിടെ സാമ്പിൾ ആവാനുള്ള അല്ലെങ്കിൽ സെലക്റ്റഡ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. ഓക്കെ, അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അപ്ലൈഡ് വെൻ ദ റിസർച്ച് ഡസ് നോട്ട് ഹാവ് നോളജ് അബൌട്ട് ദ ടാർഗറ്റ് പോപ്പുലേഷൻ. അപ്പോൾ ആരെയാണ് ഞാൻ എടുക്കുന്നത്, ആരെയാണ് സ്റ്റഡി ചെയ്യുന്നതെന്നുള്ള ഒരു ഊഹവും എനിക്കില്ല. ഞാൻ ആ സ്കൂളിൽ നിന്ന് സാമ്പിൾ എടുക്കാൻ ഉദ്ദേശിച്ചു. ഓക്കെ, അപ്പം ആ സ്കൂളിലെ ഒരു കുട്ടീനെ പറ്റിയിട്ടും എനിക്ക് മുൻകൂട്ടി ഒരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് അപ്ലൈഡ് വെൻ ദ റിസർച്ചർ ഡസ് നോട്ട് ഹാവ് നോളജ് അബൌട്ട് ദ ടാർഗറ്റ് പോപ്പുലേഷൻ ആൻഡ് ദിസ് സെലക്ഷൻ ഈസ് ഫ്രീ ഫ്രം എനി കൈൻഡ് ഓഫ് പേഴ്സണൽ ബയസ്. അപ്പം എനിക്ക് ആരെക്കുറിച്ചിട്ടൊരു ധാരണയില്ല, അപ്പോൾ ആര് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരേപോലെ. അപ്പോൾ അവിടെ ഒരു പേഴ്സണൽ ബയസിൻ്റെ പോസിബിലിറ്റി അവിടെ ഇല്ല. ഇനി റാൻഡം സാമ്പിളിങ്ങിൻ്റെ മെത്തേഡാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലോട്ടറി മെത്തേഡ്. ലോട്ടറി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈസിയസ്റ്റ് വേ. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും പേര് ചിലപ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് അവർക്കൊക്കെ ഓരോരോ നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ആ നമ്പേഴ്സ് എല്ലാം ഒരു ബോക്സിലിട്ടിട്ടുണ്ടാവും. ഇപ്പം 100 പേരാണ് സാമ്പിൾ എന്ന് വെച്ചോളൂ. അപ്പോൾ ആ 100 പേര് ആ ക്ലാസ്സിലുണ്ടെങ്കിൽ അവരെല്ലാവരും 1 to 100 വരെ നമ്മൾ പേരെഴുതി. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ലോട്ടറി എടുത്തു. അപ്പം എനിക്കൊരു 10 കിട്ടി, ഒരു 5 കിട്ടി, ഒരു 25 കിട്ടി, ഒരു 45 കിട്ടി, ഒരു 8 കിട്ടി. അങ്ങനെ എനിക്ക് കിട്ടുന്ന ആളുകളെ ഞാൻ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അവരിൽ പഠിക്കുന്നു. സോ അതാണ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ലോട്ടറി മെത്തേഡ് എന്ന് പറയും. ദെൻ അത് ചിലപ്പോൾ ഞാനായിരിക്കില്ല ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് ചിലപ്പോൾ ഒരാളെ ഞാൻ നിർത്തും, ന്യൂട്രൽ ആയിട്ടുള്ളൊരു പേഴ്സൺ നിർത്തും. ആ വ്യക്തിയായിരിക്കും ഇതിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്നത്, ഇതിൽ നിന്ന് ലോട്ട് എടുത്തിട്ട് എടുക്കുന്നത്. ദെൻ അടുത്തത് റൊട്ടേറ്റിംഗ് ഡ്രം. റൊട്ടേറ്റിംഗ് ഡ്രം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ ആ ഒരു ഡ്രം റൊട്ടേറ്റ് ചെയ്തിട്ട് അത് എവിടെ വന്ന് നിൽക്കുന്നു അവിടെ അത് വെച്ചിട്ടാണ് നമ്മൾ നമ്പേഴ്സ് ആളുകൾ എടുക്കുന്നത്. സോ സിമിലർ ടു ലോട്ടറി മെത്തേഡ് ബട്ട് വിത്ത് എ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ. ഇത് യൂണിറ്റ്സ് ആർ ഐറ്റമൈസ്ഡ് ഇൻ ടു ലിസ്റ്റ്. യൂണിറ്റ്സിനെ ലിസ്റ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ് ഫ്രം സേ 0 to 5. അപ്പോൾ 0 കാറ്റഗറി ഉണ്ട്, 1 കാറ്റഗറി ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അങ്ങനെ ഇത്രയും കാറ്റഗറി തിരിക്കുകയാണ്. ദെൻ ദ സെയിം കാറ്റഗറീസ് 0 to 5 ആർ പ്രിന്റഡ് ഓൺ ദ പീസ് ഓഫ് വുഡ് ഓർ ടിൻ എക്സെട്ര ഓഫ് സെയിം സൈസ് ആൻഡ് പ്ലേസ്ഡ് ഇൻ എ ഡ്രം. This drum is then rotated and the required number of pieces is drawn. Okay, so now if we draw 5 zeros, 10 5s and 20 2s, then we pick 5 units from the 0 list, 10 units from the 5 list, then 20 units from the 2 list respectively. Adana using the rotating drum method ennu parayal. അടുത്തത് സെലക്ഷൻ ബേസ്ഡ് ഓൺ സീക്വൻഷ്യൽ ലിസ്റ്റ്. സീക്വൻഷ്യൽ ലിസ്റ്റിൽ എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആയിരിക്കും ചിലപ്പോൾ ഞാൻ എടുക്കുന്നത്. ആളുകളുടെ പേരുകൾ കംപ്ലീറ്റ് ഞാൻ ചിലപ്പോൾ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 3 ഞാൻ എടുത്തെടുത്ത് പോകുന്നു. സോ ദാറ്റ് ഈസ് സെലക്ഷൻ ബേസ്ഡ് ഓൺ ദ സീക്വൻഷ്യൽ ലിസ്റ്റ്. ദെൻ ഫോളോയിങ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ ചൂസിങ് എ റാൻഡം സാമ്പിൾ. അവിടെ എൻ്റെ വേരിയേഷൻ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. റിസർച്ചർ ഷുഡ് ബി അവെയർ ഓഫ് ദ എൻറ്റയർ വേരിയേഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് ഹി ഓർ ഷീ വാണ്ട്സ് ടു സെലക്ട് ഹിസ് സാമ്പിൾ. അപ്പോൾ പോപ്പുലേഷനിൽ എന്തൊക്കെ വേരിയേഷൻ വന്നിരിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായ ധാരണ എനിക്ക് ഉണ്ടായിരിക്കണം. ദെൻ ദ വേരിയസ് ഐറ്റംസ് ഓഫ് ദ പോപ്പുലേഷൻ മസ്റ്റ് ബി സിമിലർ ആൻഡ് ഹാവ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഏകദേശം ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ളൊരു
ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഡാറ്റ കിട്ടാനുള്ള പോസിബിലിറ്റിയാണ്. ആൻഡ് ദ യൂണിറ്റ്സ് ഓഫ് ദ ഫീൽഡ് ഷുഡ് നോട്ട് ബി ഡിപ്പെൻഡൻറ്റ് or linked, otherwise it will not be possible for the random selection. യൂണിറ്റ്സ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്തത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഹിയർ ദ പോപ്പുലേഷൻ ഇസ് ഡിവൈഡഡ് ഇൻറ്റു സബ് ഗ്രൂപ്പ്സ് ഓർ സ്ട്രേറ്റ. സ്ട്രാറ്റയാക്കി നമ്മൾ ആദ്യമേ തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, if a researcher wants to collect the data of a distribution of expenses of all the residents in a city, ഒരു സിറ്റിയിലുള്ള എല്ലാ റെസിഡൻസിൽ നിന്നും എനിക്ക് കിട്ടണം ഈ ഒരു ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്പെൻസസ്. അങ്ങനെയാവുമ്പോൾ ഞാൻ അതിനകത്ത് തന്നെ സബ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഹോമോജിനസ് ആയിട്ടുള്ള സബ് ഗ്രൂപ്പ്സിനെ ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ സാമ്പിളിന് എടുക്കുകയാണ് ചെയ്യുന്നത്. So, if a researcher wants to collect the data of the distribution of expenses of all the residents in a city, he or she can divide the population on the basis of profession and then choose some individuals or units from these subgroups. അപ്പോൾ ഈ ഗ്രൂപ്പ്സിൽ നിന്ന് ഞാൻ പിന്നെ എടുക്കും. So, that is stratified sampling. Another example, the total population is 10,000 ആണെന്ന് വിചാരിച്ചു. Out of which businessmen 30%. Then the number of units chosen from the subgroup of businessman should be 30% of all the units picked by random sampling. അപ്പം 30% പേരും ബിസിനസ്മെൻ ആണെങ്കിൽ അതിൻ്റെ 30% ഞാൻ എടുക്കും. ദെൻ അടുത്ത പ്രൊഫഷനിലേക്ക് പോകുന്നു, അതിൽ നിന്നും ഞാൻ ഇങ്ങനെ എടുക്കും. So if the researcher observes the above mentioned precaution, then he or she can achieve great results from this method as it has the qualities of both deliberate and random sampling. ഡെലിബറേറ്റ് എന്ന് ഉദ്ദേശിച്ചത് അവരെ നമ്മൾ ബിസിനസ്മെൻ അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കുന്നു. അവിടെയാണ് ഡെലിബറേറ്റ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗിൽ വെൻ ദ ടോട്ടൽ പോപ്പുലേഷൻ ഇസ് ബൈഫർക്കേറ്റഡ് ഇൻ ടു ക്ലസ്റ്റേഴ്സ് ഓഫ് സെക്ഷൻസ് ആൻഡ് ദെൻ ദ സെക്ഷൻസ് ആർ ചോസൺ റാൻഡംലി. ഇപ്പോൾ ഇവിടെ ടോട്ടൽ പോപ്പുലേഷനെ ഞാൻ കുറച്ച് ക്ലസ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ സെക്ഷൻ നമ്മൾ റാൻഡമായിട്ട് ആ സെക്ഷൻ ആ ഒരു ക്ലസ്റ്ററിലുള്ള ആളുകളെ മൊത്തം ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? സോ വെൻ ദ ടോട്ടൽ പോപ്പുലേഷൻ ഇസ് ബൈഫർക്കേറ്റഡ് ഇൻ ടു ക്ലസ്റ്റേഴ്സ്, ആ ക്ലസ്റ്റർ ഇപ്പോൾ ഒരു 10,000 പേരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു 30 ക്ലസ്റ്റേഴ്സ് ഞാൻ ഇട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30-ൽ നിന്ന് ഞാൻ റാൻഡമായിട്ട് എടുക്കുക. അപ്പം ഞാൻ ഇപ്പോൾ ഒന്നും എടുക്കാം, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 5ാമത്തെ ക്ലസ്റ്ററിന് എടുത്തു, അത് കഴിഞ്ഞാൽ പിന്നെ 8ാമത്തെ ക്ലസ്റ്ററിന് എടുത്തു, അത് ഞാൻ റാൻഡമായിട്ട് എടുക്കുക. So these clusters can be determined on the basis of age wise ആവാം, ജെൻഡർ വൈസ് ആവാം, ജോഗ്രഫിക് പ്രസൻസ്, ഏതിൻ്റെ വൈസ് വേണമെങ്കിലും നമുക്ക് ആ ഒരു ക്ലസ്റ്ററിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ആ ക്ലസ്റ്ററിനെ മൊത്തമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. സോ സിംഗിൾ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗിൽ വി ചൂസ് ദ ഹോൾ സെക്ഷൻ ഫോർ സാമ്പിളിംഗ്. ഇനി 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദ സെലക്ഷൻ ഇസ് റാൻഡംലി ചോസൺ ആൻഡ് ദ എലമെന്റ്സ് ആർ സെലക്ടഡ് റാൻഡംലി ഫ്രോം സാമ്പിളിംഗ്. അപ്പോൾ ചില കേസിൽ ക്ലസ്റ്ററിലെ മൊത്തമായിട്ട് നമ്മൾ എടുക്കുന്നു, ചില കേസിൽ ക്ലസ്റ്ററിനെ നമ്മൾ റാൻഡമായിട്ട് എടുത്തതിന് ശേഷം അതിൽ നിന്ന് എലമെന്റ്സിനെ ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് വി ചൂസ് എലമെന്റ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് നോട്ട് റാൻഡംലി വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ദ ഫസ്റ്റ് എലമെന്റ്. അപ്പം റാൻഡമായിട്ട് ഞാൻ എടുക്കുകയല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. There is a regular interval in the population at which these elements are chosen. All these elements are sequenced first, wherein each of them gets an equal probability of being chosen. അവിടെ എലമെന്റ്സിനെ ആദ്യമേ തന്നെ സീക്വൻസ് ചെയ്തതിന് ശേഷം ഒരു റെഗുലർ ഇന്റർവൽ, അതായത് ആദ്യത്തെ ആളെ വിളിച്ചു, പിന്നെ ഒരു 10 പേരെ കഴിഞ്ഞിട്ട് അടുത്ത് വിളിച്ചു, പിന്നെ ഒരു 10 പേരെ കഴിഞ്ഞിട്ട് അടുത്ത് വിളിച്ചു, പിന്നെ ഒരു 10 പേരെ കഴിഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്തെടുക്കുന്നതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. The next is multi-stage sampling. But in this type of sampling, the total population is split up into various clusters. അപ്പം ആദ്യമേ ഓരോ different clusters ആക്കി എടുക്കുന്നു. And these are further split and put together in multiple subgroups or strata based on common characteristics. Then the researcher can randomly choose a single cluster or multiple cluster from each strata. And this process will go on till the cluster cannot be fragmented any further. For example, the researcher may split the population of a country on the basis of their states. ആദ്യം സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ തിരിക്കുന്നു പോപ്പുലേഷൻ, അതിനുശേഷം ഡിസ്ട്രിക്ട് വെച്ചിട്ട്, ദെൻ urban വേഴ്സസ് റൂറൽ,
and the homogeneous areas can be joined to form a strata. അതാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, if one needs to find the yield per hectare of land in Maharashtra, മഹാരാഷ്ട്രയിലുള്ള ഒരു ഹെക്ടർ ഓഫ് ലാൻഡിൻ്റെ ഈൽഡാണ് എനിക്ക് അറിയേണ്ടതെങ്കിൽ, he or she will first do a random selection of certain number of districts. ഒരു 5 ഡിസ്ട്രിക്ട്സിന് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നു മഹാരാഷ്ട്രയിൽ നിന്ന്. Then he or she will randomly choose a certain number of villages. ഈ 5 ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒരു 10 വില്ലേജസിന് ഞാൻ എടുക്കുകയാണ് റാൻഡമായിട്ട്. And after that, she will randomly pick a certain number of acres of field in each village. അതായത് ഒരു 5 certain number of acres of fields. അപ്പോൾ ഒരു 5 ഏക്കറിൻ്റെ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഈച്ച് വില്ലേജിൽ നിന്നും. After that, he or she will randomly pick a certain number of acres of fields in each village. ഓരോ വില്ലേജിൽ നിന്നും നമ്മൾ 5 ഏക്കർ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നു. Say 5. Hence, he or she will have to examine 250 acres. അപ്പോൾ ഈ 10 ഡിസ്ട്രിക്റ്റ് 10 വില്ലേജിൽ നിന്ന് ഈ 5 ഏക്കർ വെച്ചിട്ടുള്ള ഒരു അത്രയും നമ്മൾ എടുക്കുകയാണെങ്കിൽ, he or she will have to examine 250 acres of land spread over 10 villages in 5 districts, spread over entire Maharashtra. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 250 acres വരുന്നു ഓഫ് ലാൻഡ് സ്പ്രെഡ് ഓവർ 10 വില്ലേജസിലാണ് അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്, 5 ഡിസ്ട്രിക്ട്സിലാണ് അത് കിടക്കുന്നത്, ആൻഡ് ഇറ്റ് സ്പ്രെഡ് ഓവർ എൻറ്റയർ മഹാരാഷ്ട്ര. അപ്പോൾ ഡിസ്ട്രിക്ട് സ്റ്റേജ് 1, ദെൻ വില്ലേജസ് സ്റ്റേജ് 2, ദെൻ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് സ്റ്റേജ് 3. അതാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ റാൻഡമൈസേഷന് പോസിബിലിറ്റി ഇല്ല. റിസർച്ചറാണ് ചൂസ് ചെയ്യുന്നത് ഏത് ആളെ എടുക്കണം, ഏത് സാമ്പിൾ സെലക്ട് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോൺ പ്രോബബിലിറ്റി ഓർ നോൺ റാൻഡം സാമ്പിളിംഗ്. ഇത് പൊതുവേ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ അതുപോലെ കേസ് സ്റ്റഡി, പൈലറ്റ് സ്റ്റഡിക്കൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത്. ടൈപ്സ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നത് ഒന്ന് കൺവീനിയൻസ് സാമ്പിളിംഗ്. ഇൻവെസ്റ്റിഗേറ്ററിന്റെ കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക. പലപ്പോഴും ഇപ്പോൾ റിസർച്ചസ് അങ്ങനെയാണ് നടക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്ററിന്റെ കൺവീനിയൻസ് അനുസരിച്ച് അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യാൻ എളുപ്പം, അവർക്ക് അവൈലബിൾ ആയിട്ട് വരുന്ന സ്ഥലം ഏതാണ്, അവർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതാണ്, അതാണ് നോക്കിയിട്ടാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് നടക്കുന്നത്. ദെൻ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഡെലിബറേറ്റ് സാമ്പിളിംഗ് ആണ്. എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിന്ന് മാത്രമാണ് എനിക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, C-സെക്ഷൻ ചെയ്തിട്ടുള്ള അമ്മമാരിൽ നിന്ന് മാത്രമാണ് ഞാൻ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പർപ്പസീവ് സാമ്പിളിംഗ്. ഓക്കെ, ദെൻ സ്നോബോൾ സാമ്പിളിംഗ്. സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുമ്പം അവിടെ ഞാൻ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരാളിൽ നിന്ന് എനിക്ക് വലിയ ഇൻഫർമേഷൻ കാര്യമായിട്ട് ആ ഒരു പോപ്പുലേഷനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ആ ആളിൽ നിന്ന് അടുത്ത ആളുടെ റെഫറൻസ് എടുക്കുന്നു, അവിടുന്ന് ഞാൻ ഡേറ്റ കളക്ട് ചെയ്യുന്നു, പിന്നെ അവിടുന്ന് അടുത്ത ആളിൽ നിന്ന് ഞാൻ റെഫറൻസ് എടുക്കുന്നു. സോ ദാറ്റ് ഈസ് സ്നോബോൾ സാമ്പിളിംഗ് ടെക്നിക്. ഓക്കെ, സോ ദീസ് ആർ ദ 3 types of non-probability sampling. Then ethical issues in applied social psychological research. Ethical issues വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതൊരു റിസർച്ചിനും ethical issues വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആൻഡ് ദ ഫസ്റ്റ് വരുന്നത് ഇൻഫോംഡ് കൺസെന്റ്. നമ്മൾ പാർട്ടിസിപ്പന്റിന് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം, എന്താണ് എക്സ്പെരിമെന്റ്, എങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ അടുത്ത് നമ്മൾ കൺസെന്റ് വാങ്ങിച്ചിരിക്കണം. ദെൻ റിസർച്ചിന് ശേഷം നമ്മൾ അവരുടെ അടുത്ത് കറക്റ്റായിട്ട് ഡീബ്രീഫ് ചെയ്ത് കൊടുക്കണം, എന്തായിരുന്നു റിസർച്ചിന്റെ പേർപ്പസ്, കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ദെൻ അവരുടെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് എടുത്തിരിക്കണം, അല്ലെങ്കിൽ അതൊരു വയലേഷൻ ആവും. ദെൻ ഡിസെപ്ഷൻ, നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അവർക്ക് മെത്തേഡും ഇൻവെസ്റ്റിഗേഷനും അനാലിസിസും കാര്യങ്ങളെല്ലാം നമ്മൾ അവരുടെ അടുത്ത് പറയണം. ഒരു രീതിയിലുള്ള ഡിസെപ്ഷനും നമ്മൾ അവരിൽ നടത്താൻ പാടില്ല. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി, അവർ തരുന്ന ഇൻഫർമേഷൻസ് നമ്മൾ വളരെ കൃത്യമായിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ നമ്മളത് കീപ്പ് ചെയ്യണം. ഒരിക്കലും ഒരു കാരണവശാലും അൺലെസ് അതൊരു ലീഗൽ ഇഷ്യൂ അല്ലെങ്കിൽ അത്രയും ഒരു ഹാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മാത്രമാണ് അത് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ അതാണ് കോൺഫിഡൻഷ്യാലിറ്റി പറയുന്നത്. സോ ഇൻഫോംഡ് കൺസെന്റ്, ഡീബ്രീഫ്, ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് പാർട്ടിസിപ്പൻസ്, ഡിസെപ്ഷൻ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. അടുത്തത് നമ്മളിപ്പോൾ സമ്മറിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ റിസർച്ച് മെത്തേഡ് എന്താണെന്ന് നമ്മൾ നോക്കി. അതിനുശേഷം
അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലും ആ സാമ്പിളിംഗ് മെത്തേഡിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് പറഞ്ഞു, അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് സാമ്പിളിനെ ബാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ യൂണിറ്റിനകത്ത് നമ്മൾ പല സാമ്പിളിംഗ് മെത്തേഡ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് മേജറായിട്ട് വരുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതിനുശേഷം എത്തിക്കൽ ഇഷ്യൂസ് ആണ് നമ്മൾ പറഞ്ഞത്. എത്തിക്കൽ ഇഷ്യൂസിൽ നമ്മൾ ഡീബ്രീഫിംഗ്, ഇൻഫോംഡ് കൺസെൻറ്റ്, ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ്, ദെൻ ആ ഒരു അവരുടെ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള എത്തിക്കൽ ഇഷ്യൂസ് നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് യൂണിറ്റ് റിസർച്ച് മെത്തേഡ് 1 അടുത്ത റിസർച്ച് മെത്തേഡ് 2 ആണ് കവർ ചെയ്തത്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.